വിശദമായ വാർത്തകളിലേക്ക്. കൊലവിളി പ്രസംഗവുമായി യുവമോർച്ച പ്രവർത്തകനെ മർദ്ദിച്ച നടക്കാവ് സിഐക്കെതിരെ വധഭീഷണി. നടക്കാവ് സിഐ യൂണിഫോമിൽ അല്ലായിരുന്നുവെങ്കിൽ ശവം ഒഴുകി നടന്നേനെയെന്ന റനീഷ്. സിഐ ജിജീഷിന്റെ കൈ വെട്ടിമാറ്റണമെന്ന ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ. ഞങ്ങളുടെ പ്രവർത്തനെ നീ അടിച്ചിട്ടുണ്ട് എങ്കിൽ, ആ കാക്കിയുടെ ബലത്തിലാണ് നീ അടിച്ചതെങ്കിൽ, ആ കാക്കി മാത്രമാണ് നിന്റെ സംരക്ഷണം എന്നുള്ളത് നീ ഓർത്തോ. മറിച്ച് നീ പോലീസുകാരനല്ലാതെയായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചിരുന്നതെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ ശവശരീരം ഈ റോഡിലൂടെ ഒരു സംശയം നിനക്കുണ്ട്. ഞങ്ങളുടെ സാധാ പ്രവർത്തകർ മുതൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഇത്തരത്തിലാണ് നേരിടാനാണ് പിണറായിയുടെ പോലീസിന്റെ തീരുമാനമെങ്കിൽ ഈ പത്രമാധ്യമങ്ങളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷി നിർത്തി പറയുന്നു, ഒരു 6 മാസം ജയിലിൽ കിടക്കാൻ ഞങ്ങളിൽ 1 or 2 പേർ തയ്യാറായ തീരാവുന്ന പ്രശ്നമേ ഇതിനുള്ളൂ. കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരുമുള്ള സെൻട്രൽ ജയിലുകളിൽ ഇന്നും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ധാരാളം പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ ധാരാളം പ്രവർത്തകരുണ്ട്. അവരൊന്നും മാങ്ങ പറിക്കാൻ പോയിട്ട് കേസ് കുടുങ്ങി ജയിലിൽ കിടക്കുന്നവരല്ല എന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. വൈഷ്ണവേഷിന്റെ ബോക്സിംഗ് സ്റ്റൈലിൽ ഇടിക്കാൻ നേതൃത്വം കൊടുത്ത ജിജീഷിനോട് നമുക്ക് പറയാനുള്ളൂ, സിപിഎമ്മുകാരോട് പൊരുതിയിട്ടുണ്ടെങ്കിൽ വെട്ടിയാൽ മുറിയുന്ന ശരീരത്തിൽ തന്നെയാണ് ജീവിച്ചത്. നിങ്ങളത് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ബോക്സിംഗ് സ്റ്റൈലിൽ ഇടിച്ച കൈപ്പത്തിയുണ്ടല്ലോ, ഞങ്ങളൊരു നിമിഷം അനുവദിച്ചാൽ ആ കൈപ്പത്തി കാണില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഞങ്ങൾ ആരെയും അങ്ങോട്ട് ആക്രമിക്കുന്നവരല്ല. ഞങ്ങൾ ആരെയും ആക്രമിച്ച ചരിത്രവുമില്ല. പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ സഹിക്കും. പക്ഷേ തിരിച്ചു കൊടുത്തവരാണ്. വൈകിപ്പോയാൽ പൈലിസ സഹിതം തിരിച്ചടിച്ച പാരമ്പര്യം ഈ പ്രസ്ഥാനത്തിനുണ്ട്. എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, ബജറ്റിന് പിന്നാലെയുള്ള പ്രതിഷേധം അത് നാടെങ്ങും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിൽ യുവമോർച്ചയുടെ പ്രതിഷേധത്തിലാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കടക്കുകയും ഈ പ്രവർത്തകനെ വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ആരോപണവുമായി യുവമോർച്ച രംഗത്തേക്ക് വരികയും ചെയ്ത സാഹചര്യമുള്ളത്. അതിന് പിന്നാലെയാണ് ഈ സിഐക്ക് നേരെയുള്ള ഈ ഒരു കൊലവിളി പ്രസംഗം, അല്ലേ? ആര്യ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുഖ്യമന്ത്രി എത്തിയപ്പോൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ആളായിരുന്നു വൈഷ്ണവേഷും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതേ തുടർന്ന് വൈഷ്ണവേഷിനെ പോലീസ് മർദ്ദിച്ചു. സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ്, നടക്കാവ് സിഐ ജിജീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് മർദ്ദിച്ചു എന്നാണിപ്പോൾ യുവമോർച്ചയുടെ ആരോപണം. ഇതിൽ ഈ ജിജീഷിനെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മാർച്ചിന് പിന്നാലെ നേതാക്കൾ പ്രസംഗിച്ചപ്പോഴാണ് വളരെ പ്രകോപനപരമായതും കൊലവിളി നടത്തുന്നതുമായ പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റായ VK സജീവന്റെ പ്രസംഗത്തിന് ശേഷമാണ് ഈ മോഹനൻ, അതായത് ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി മോഹനാണ് ആദ്യം പ്രസംഗിച്ചത്. അയാളായിരുന്നു ഈ അതായത് ഇയാളുടെ കൈപ്പത്തി വെട്ടി നീക്കണം, ഞങ്ങളെ തിരിച്ചടിച്ചാൽ ഞങ്ങളും അടിക്കും, ഞങ്ങൾ അടിച്ചു തന്നെയാണ് ഞങ്ങൾക്ക് പരിചയം എന്ന ഉൾപ്പെടെ, അതായത് ഈ CIയെ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു. തൊട്ടു പിന്നാലെ വന്ന യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമായ റനീഷാണ് പിന്നീട് ഇയാളുടെ ശവം ഒഴുകി നടക്കേണ്ടി വരും, ഇയാളെ ആ രീതിയിലുള്ള ഒരു വധഭീഷണി മുഴക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത് നമുക്കതിൽ തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ സെൻട്രൽ ജയിലുകളിൽ BJP പ്രവർത്തകർ കിടക്കുന്നത് മാങ്ങ പറിക്കാൻ പോയിട്ടല്ല, മറിച്ച് ഞങ്ങൾ തിരിച്ചും പ്രത്യാക്രമണങ്ങൾ നടത്തിയിട്ടാണ് എന്നുള്ളതായിരുന്നു അവരുടെ പ്രസംഗം. രണ്ടുപേരുടെയും പ്രസംഗം വളരെ പ്രകോപനപരമായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ഈ രണ്ടുപേർക്കുമെതിരെ, മോഹനെതിരെയും BJP ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനെതിരെയും അതുപോലെ തന്നെ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ റനീഷിനെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് വിനേഷ്? ഇവർക്കെതിരെ പ്രസംഗം, അതുപോലെ തന്നെ വധഭീഷണി മുഴക്കൽ, ഈ പ്രകോപനപരമായി സംസാരിച്ചു എന്നും വധഭീഷണി മുഴക്കിയത് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ. അത് പോലീസിനെതിരെ, അതുപോലെ തന്നെ പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകോപനപരമായ പ്രസംഗം, ഒപ്പം തന്നെ വധഭീഷണി മുഴക്കൽ എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ രണ്ടാൾക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. രണ്ടാളും വളരെ ആവേശത്തോടു കൂടിയായിരുന്നു പ്രസംഗിച്ചത്. യുവമോർച്ചയുടെ പ്രവർത്തകരെല്ലാം തന്നെ, ഒരുപാട് യുവമോർച്ച പ്രവർത്തകർ ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു.
പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രണ്ടുപേരും പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഈ റനീഷ് പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് സുബ്രഹ്മണ്യൻ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ പറയുന്നു. അയാളുടെ കൈപ്പത്തി വെട്ടി നീക്കണം, ഞങ്ങളെ തിരിച്ചടിച്ചവരെ ആരെയും ഞങ്ങൾ കൈകാര്യം ചെയ്യാതെ വിട്ടിട്ടില്ല എന്നുള്ള ഒരു ധ്വനിയിലായിരുന്നു സംസാരം. അതിനുശേഷം റിനീഷ് സംസാരിച്ചപ്പോഴും അതുതന്നെയായിരുന്നു. ഇയാളുടെ ശവം അയാൾക്ക് ആക്കിയിട്ടത് നന്നായി, അല്ലെങ്കിൽ അയാളുടെ ശവം ഒഴുകി നടക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ പ്രകോപനപരവും കൊലവിളി നടത്തുന്നതുമായ ഒരു പ്രസംഗമായിരുന്നു ഈ രണ്ടാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തീർച്ചയായും വിനേഷ് തുടരുക. എന്തായാലും കൊലവിളി പ്രസംഗവുമായി യുവമോർച്ച പ്രവർത്തകനെ മർദ്ദിച്ച നടക്കാവ് സിഐക്കെതിരെയാണ് ഇപ്പോൾ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. നടക്കാവ് സിഐ യൂണിഫോമിൽ അല്ലായിരുന്നുവെങ്കിൽ ശവം ഒഴുകി നടന്നേനെ, സിഐയുടെ കൈ വെട്ടി മാറ്റണം തുടങ്ങിയ ഭീഷണികളും ആഹ്വാനങ്ങളുമൊക്കെയാണ് BJP ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായിട്ടുള്ളത്. ആ കാക്കി മാത്രമാണ് നിന്റെ സംരക്ഷണം എന്നുള്ളത് നീ ഓർത്തോ? മറിച്ച് നീ പോലീസുകാരനല്ലാതെയായിരുന്നു ഞങ്ങളെ പ്രവർത്തകരെ അടിച്ചിരുന്നതെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ ശവശരീരം ഈ റോഡിലൂടെ പോകുന്നതിൽ ഒരു സംശയം നിനക്ക്. ഞങ്ങളുടെ സാധാ പ്രവർത്തകർ മുതൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഇത്തരത്തിലാണ് നേരിടാനാണ് പിണറായിയുടെ പോലീസിന്റെ തീരുമാനമെങ്കിൽ ഈ പത്രമാധ്യമങ്ങളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷി നിർത്തി പറയുന്നു, ഒരു 6 മാസം ജയിലിൽ കിടക്കാൻ ഞങ്ങളിൽ 1-2 പേർ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നമേ ഇതിനുള്ളൂ. കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരുമുള്ള സെൻട്രൽ ജയിലുകളിൽ ഇന്നും ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ധാരാളം പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ ധാരാളം പ്രവർത്തകരുണ്ട്. അവരൊന്നും മാങ്ങ പറിക്കാൻ പോയിട്ട് കേസ് കുടുങ്ങി ജയിലിൽ കിടക്കുന്നവരല്ല എന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. വൈഷ്ണവേഷിന്റെ ബോക്സിംഗ് സ്റ്റൈലിൽ ഇടിക്കാൻ നേതൃത്വം കൊടുത്ത ജിജീഷിനോട് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, CPM-കാരോട് പൊരുതിയിട്ടുണ്ടെങ്കിൽ വെട്ടിയാൽ മുറിയുന്ന ശരീരം തന്നെയാണ് ജിജീഷെ, നിങ്ങളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബോക്സിംഗ് സ്റ്റൈലിൽ ഇടിച്ച കൈപ്പത്തിയുണ്ടല്ലോ, ഞങ്ങളൊരു നിമിഷം അനുവദിച്ചാൽ ആ കൈപ്പത്തി കാണില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഞങ്ങൾ ആരെയും അങ്ങോട്ട് ആക്രമിക്കുന്നവരല്ല, ഞങ്ങൾ ആരെയും ആക്രമിച്ച ചരിത്രവുമില്ല. പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ സഹിക്കും, പക്ഷേ തിരിച്ചു കൊടുത്തവരാണ്. വൈകിപ്പോയാൽ പൈലിസ സഹിതം തിരിച്ചടിച്ച പാരമ്പര്യം